വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക് ആൻഡ് ലൈഫ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു യൂട്യൂബ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ടാണ് ഇന്നും വന്നേക്കണത്. എല്ലാവരും മുക്കാഭാഗം ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും, കുറേ പേരൊക്കെ ഫ്ലോപ്പായി പോയി. ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഇത് എങ്ങനെയാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ തുടങ്ങണതിന് മുന്നേ ക്യാമ്പ് സെറ്റേഴ്സ് ടീം യൂട്യൂബിലുള്ളതും ഫേസ്ബുക്കിലുള്ളതും അവരാണ് ഈ ഒരു ബക്കറ്റ് ചിക്കൻ നമുക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് താങ്ക് യു അവർക്ക്. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ എൻ്റെ ഉപ്പാനെയും കൂടി കൂട്ടിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കണേന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 മുളക് നന്നായിട്ട് മിക്സിയിലിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം 7 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ നമ്മളുടെ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ നമ്മളുടെ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് പുളി നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കോഴീനെ ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് നമ്മളിതിനെ മസാലയൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടി നന്നായി വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മസാല എങ്ങനെ തേക്കാന്ന് നോക്കാം. നമുക്ക് നമ്മളെ മസാല നന്നായിട്ട് കുഴക്കണം കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം. പുളി ഒരു നാരങ്ങ വെച്ചിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് വിനീഗർ ഒഴിക്കാം കേട്ടോ. ഈ ഒരു മസാല നല്ല സ്പൈസിയാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും എരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ കൗണ്ടൊക്കെ കുറച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ എല്ലാവരും നല്ല എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാനൊരു 15 പച്ചമുളക് തന്നെ എടുത്തേക്കണത്. അപ്പോൾ ഇപ്പം നമ്മൾ മസാലയൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാല നമ്മുടെ ചിക്കനിലോട്ട് അപ്ലൈ ചെയ്യാം. നമ്മളുടെ ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് നമ്മളുടെ ബക്കറ്റ് ചിക്കൻ എങ്ങനെയാണ് നമുക്ക് വിറകൊക്കെ ഇട്ട് നല്ല അതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എണ്ണപ്പാട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണപ്പാട്ടയുടെ ഫ്രണ്ട് സൈഡിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മുള കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുളയമേലാണ് നമ്മളുടെ ചിക്കൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ മുളയുടെ ഹൈറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാട്ട കമഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടാത്ത പോലെ വേണം ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ചിക്കൻ താഴത്തോട്ട് എന്തായാലും ഇത്തിരി ചൂട് കയറുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ താഴത്തോട്ട് പോകുമല്ലോ. അപ്പോൾ ആ എണ്ണ പോണത് മണ്ണിലോട്ട് ആവാണ്ടിരിക്കാനായിട്ട് നമ്മളിവിടെ ഒരു 2-3 വാഴല മുറിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്കിവിടെ നമ്മളെ ചിക്കനൊക്കെ 1 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതെങ്ങനെയാണ് ഇതുമേലോട്ട് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇത് വെച്ചതിന് ശേഷം നമ്മളൊരു കമ്പി എടുത്തിട്ട് ഇതിൻ്റെ കാല് കൂട്ടി കെട്ടി ഇതിൻ്റെ ബാക്കിലോട്ടായിട്ട് കെട്ടി കൊടുക്കണം.
നമ്മളിത് കമ്പിയൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പാട്ട എടുത്തിട്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന്റെ ചുറ്റും വിറകൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ നമ്മള് പാട്ടയ്ക്ക് ചുറ്റും കൊതുമ്പൊക്കെ വെച്ചിട്ടുണ്ട്. നടുക്കിലൊരു വലിയ കല്ല് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തു കൂടെ നമ്മളെ തീ ഉള്ളിലോട്ട് അധികം അങ്ങോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു പ്രഷർ മുകളിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കൊടുത്തിട്ട് എന്താണ് റിസൾട്ട് എന്ന് നോക്കാം. നമുക്കിവിടെ കത്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കല്ലൊക്കെ മാറ്റി എല്ലാം മാറ്റിയിട്ട് നോക്കാം എന്തായിരുന്നു. ബക്കറ്റ് ചിക്കൻ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഉള്ളില് വേവ് കുറവാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടാമത് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കത്തിച്ച് വിടാം. നമുക്ക് ബാക്കിലൊക്കെ നന്നായിട്ട് പൊളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ വേവല് ഇത്തിരി കുറവാണ്. ഈ സൈഡിലത്തെ ഈ ഒരു ചാരമൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ മാറ്റാം. ഇതൊക്കെ തോന്നുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് മസാലയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കറക്റ്റ് വെന്തിട്ടുണ്ടോന്ന്. ഈ പ്രാവശ്യം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു 8 മിനിറ്റ് മാത്രമാണ് ഇത് കത്തിച്ച് വെക്കണത്. അപ്പോൾ ഞങ്ങളുടെ ബക്കറ്റ് ചിക്കൻ ഒരു 1 സക്സസ് ആയേക്കാണ്. ടൈം നിങ്ങളൊന്ന് നോക്കണം, ഒരു 8 മിനിറ്റ് മാക്സിമം ഞങ്ങൾ ആക്കിയിട്ടുള്ളൂ. ആദ്യത്തെ 5 മിനിറ്റിൽ നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് കത്തിച്ചാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടോ. ഇപ്പോൾ കറക്റ്റ് വേവിലാണ് നിൽക്കുന്നത്. നമ്മളുടെ പാട്ടയുടെ ആ ഒരു കനം വെച്ചിട്ട് നമ്മളുടെ ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു അടിപൊളി സംഭവമാണ് ബക്കറ്റ് ചിക്കൻ.